സ്പോർട്സ് ആയതുകൊണ്ടാണ് അതിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ ഒക്കെ സ്പോർട്സിൽ വരുള്ളൂ. എനിക്കൊരു 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റിയ നല്ലൊരു വണ്ടി കാണിച്ചു തരും. അതായത് എൻ്റെ ഫാമിലിൻ്റെ ഒപ്പം യൂസ് ചെയ്യാനാ. വയൽ കുടുങ്ങരുത്, നല്ലൊരു വണ്ടി ആവണം, നല്ല റാഹത്തായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അതന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. 0 ഡൗൺ പേയ്മെന്റ് എന്നുള്ളതേ ഷാമിലിന് എന്തെങ്കിലും ഡൗൺ പേയ്മെന്റ് കൂട്ടാൻ പറ്റുമോ? ഒരു 50,000 രൂപ അല്ലേ? ഒന്നും കൂടി കൂട്ടിയാൽ എത്ര വരെ പോവാം? ഒരു 80,000 വരെ നോക്കാം മാക്സിമം. 80,000 വരെ പോലെ. ഓക്കെ, 80,000 രൂപ ഡൗൺ പേയ്മെന്റില് ഷാമിലിന് ഇറക്കാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു നാനോ 88,000 റുപ്യാണ് ഇതിന്റെ വില വരുന്നത്. ഇത് ഷാമിലിന് ഒരു 80,000 രൂപക്ക് തന്നാലോ? ഈ വണ്ടിയോ? എന്താ ഈ വണ്ടി കുഴപ്പം? ഞാൻ ഉദ്ദേശിക്കുന്ന ഫാമിലി വണ്ടി വരുമ്പോ സ്വിഫ്റ്റ്, വാഗണർ, അങ്ങനത്തെ ഒരു വണ്ടി ഉദ്ദേശിക്കണത് അല്ലേ? അത് 80,000 ഡൗൺ പേയ്മെന്റില്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഷാമിലെ, ഷാമിലിപ്പോ ഒരു വണ്ടി എടുത്തു. ഷാമിലൊരു വണ്ടി എടുത്തിട്ട് ഷാമിലിന്റെ വണ്ടിയിൽ നല്ല ഫാമിലി ആയിട്ട് നല്ല റാഹത്തായിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ നല്ല സന്തോഷത്തിൽ യാത്ര ചെയ്യാനാണ് താല്പര്യം? അതോ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഒരു സന്തോഷമല്ലാതെ ഒരു ഡ്രൈവ് ചെയ്ത് പോകാനാണ് താല്പര്യം? സന്തോഷത്തോടെ. എല്ലാവർക്കും അങ്ങനെ തന്നെ ഇരിക്കാറ് അല്ലേ? അതെ, ഒട്ടുമിക്ക ആൾക്കാർക്കും അതുപോലെ സന്തോഷത്തിൽ യാത്ര ചെയ്യാനേക്കാരം ഏറ്റവും കൂടുതൽ ഇഷ്ടമാവുക. അതിന് ഏറ്റവും നല്ല കാര്യം എന്താ പറയുക, നമ്മളെ കയ്യിൽ ഇല്ല ക്യാഷിന്, അതായത് 80,000 രൂപയാണ് നമ്മളെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ആ 80,000 രൂപയുടെ വണ്ടി എടുക്കുക. ലോണ് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. കാരണം നമ്മളൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ EMI നോക്കണം. അത് ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാലോ വല്ല ലോണ് അടവ് തെറ്റിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ സ്റ്റേബിൾ ആയിക്കാറ്. ഇപ്പൊ നമുക്ക് ഏകദേശം ഇപ്പൊ ഒരു ഉദാഹരണം പറയുന്നത്, ഒരു 20,000 രൂപ ഇൻകം ഉണ്ട്, ഒരു 15,000 രൂപ EMIക്ക് പോകും, ഒരു 5,000 രൂപ നമ്മളെ എക്സ്പെൻസൊക്കെ പോകും. അങ്ങനെയൊക്കെ നമുക്ക് മാറ്റി വെക്കാൻ ചിലപ്പോൾ ഇപ്പൊ ക്യാഷ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ കൊറോണ മാർക്കത്തെ ഒരു സംഭവമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ കുടുങ്ങി പോകും. അപ്പൊ എന്താവും, നമുക്ക് ആ വണ്ടിനോടുള്ള താല്പര്യം പോവും, ആകെ നമ്മൾ ടെൻഷൻ ആവും. അങ്ങനത്തെ രീതിയിൽ നമ്മൾ ആ വണ്ടി യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ പ്രത്യേകം വാഹനം എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, മാക്സിമം കയ്യിലില്ല ക്യാഷിനുള്ള വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. EMI മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. അപ്പൊ ഇത് നിങ്ങളുടെ വാഹനം എടുക്കാൻ പോകുന്ന ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.